കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ നിന്ന് ദൈവവചനം ധ്യാനിപ്പാനും കർത്താവ് നമുക്ക് തരുന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഒരു വാക്യം കുറിവാക്യമായി വായിച്ചുകൊണ്ട് ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് പറയുവാനാണ് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിലെ 29-30 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഈ വാക്യത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈടുറ്റ റോമാലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അധ്യായങ്ങളാണ് 6-ഉം 8-ഉം. മറ്റ് അധ്യായങ്ങൾക്ക് പ്രാധാന്യമില്ലെന്നല്ല. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നുള്ള ഒരു സബ്ജക്റ്റ് റോമാലേഖനത്തിൽ നിന്ന് കാതലായ ഒരു വിഷയമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നു. നിർഭാഗ്യവശാൽ അതാരും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഞങ്ങളൊക്കെ അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സാധുക്കളാകുന്ന ഞങ്ങൾക്കത് പറയാനുള്ള വെളിപ്പാട് കർത്താവ് തന്നതോർത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ചിലർ നീതീകരണത്തെക്കുറിച്ച് പറയും, ചിലർ വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയും, ചിലർ തേജസ്കരണത്തെക്കുറിച്ച് പറയും. ഈ 3 വിഷയവും തനിത്തനിയായിട്ടുള്ള വിഷയമാണെങ്കിലും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. നീതീകരണം ദൈവം ഫ്രീ ആയിട്ട് തരുന്നതാണ്. പിതാവ് തൻ്റെ പുത്രനായ യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച് മരിച്ചു എന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെയും പാപത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചതെന്ന്, കർത്താവ് മരിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരണം കിട്ടുന്നു. അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് നീതീകരണം മാത്രമേ കിട്ടുന്നുള്ളൂ. ആ വ്യക്തി പിന്നെ വിശുദ്ധീകരണം പ്രാപിച്ചൊരായുസ് മുഴുവൻ ജീവിച്ചാൽ മാത്രമേ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടാൻ പറ്റത്തുള്ളൂ. ഘനമായ വിഷയങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, നിസ്സാര വിഷയങ്ങളല്ല. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കാതലായ വിഷയങ്ങൾ വിട്ട് നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ ചെലവഴിക്കുന്നുവോ എന്നെനിക്കൊരു സംശയം പലരും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു മരത്തിൻ്റെ കാതല് മാത്രമേ ഉപകരണങ്ങൾക്കായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. കട്ടില്, മേശ, കട്ടള ഇതൊക്കെ പണിയാൻ ഉപയോഗിക്കത്തുള്ളൂ. അതിൻ്റെ പുറോട്ട് പൂർണ്ണമായിട്ട് മുറിച്ചങ്ങോട്ട് കളയും. അത് വിറകിന് ഉപയോഗിക്കും, വൈലായെടുപ്പിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. കാതല് കൊണ്ട് പണിതാലേ സംഭവം കിടക്കത്തുള്ളൂ. ഇപ്പം ഞാനൊരു കട്ടിൽ കിടപ്പുണ്ട്, എനിക്കൊരാൾ തന്നതാ. ഞാനൊരു തുക പുള്ളി വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നണോ 35 വർഷമായിട്ടായെന്ന് തോന്നുന്നു, തേക്കിൻ്റെ ഈട്ടിയാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് അറിയില്ല. ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ആരും ഒന്നും ചെയ്യില്ല. ചെതലും കുതിലും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് കാതല. അതുപോലെ ദൈവവചനം അഭ്യസിച്ച് ജീവിച്ച് കാതലായ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ, ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർക്ക് മാത്രമേ, ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ, ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ പിശാചിൻ്റെ അറ്റാക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എഫ്രൈമിനെ പുഴുകുത്തും,
എഫ്രൈമിനെ കുറിച്ച് പറയുന്ന എഫ്രൈം പുഴുക്കുത്തി പിടിച്ചു, പൊട്ടപ്രാവ്, ഗുണമില്ലാത്തവൻ. ഇന്നത്തെ വിശ്വാസികൾ നല്ലൊരു ശതമാനവും അങ്ങനെയെന്ന് ചിന്തിക്കേണ്ടി വരും നമ്മൾക്ക്. പ്രിയമുള്ളവരെ, കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, ഒരു വ്യത്യാസം ഉണ്ടാകാനാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരുത്തണം. കാതലായ ക്രിസ്തു ജീവിതം നയിക്കുന്നവരായി നമ്മൾ തീരണം. നല്ല കരുത്തുള്ള വിശ്വാസിയായി നമ്മൾ തീരണം. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാക്ക്, ശക്തനായ മനുഷ്യൻ ആരാ? വാക്കിൽ തെറ്റാതിരിക്കുന്നത്. ജീവിതത്തിൽ തെറ്റിപ്പോകാതിരിക്കുന്നവനാണ് കരുത്തനായ ശക്തനായ മനുഷ്യൻ. അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാണ്. അവനെ കൊണ്ട് മറ്റു പലർക്കും പ്രയോജനം ഉണ്ടാകും, അല്ലാത്തവരെ കൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല. നമ്മളൊക്കെ കരുത്തന്മാരായി തീരണം, ശക്തന്മാരായി തീരണം. ദുരുപദേശം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഈ ആത്മീയ ഗോളത്തിൽ പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിച്ച് ദുരുപദേശങ്ങളെ ഖണ്ഡനം ചെയ്ത് കർത്താവിൻ്റെ സഭയെ ഒരുക്കിയെടുക്കുന്ന മഹത്തരമായ ശുശ്രൂഷയുടെ പങ്കാളികളായി ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരും തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല ദുരുപദേശത്തിൻ്റെ അടിമകളായിട്ട് ജീവിക്കാനല്ല നമ്മളെ കർത്താവ് വിളിച്ചത്. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളം എന്താന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ആരും നിങ്ങളെ തെറ്റിക്കരുതെന്ന്. അപ്പോൾ ഈ അന്ത്യകാലത്ത് തെറ്റിക്കുന്നവർ എഴുന്നേറ്റ് വരും. ഈ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് തോത്രാഴ്ചയും ദശാംശവും കൊടുത്ത് അവരെ വലിയ മനുഷ്യരായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും എനിക്കറിയാം, എൻ്റെ പ്രിയപ്പെട്ടവർ പലരും അതിലുണ്ട്. ഒരു ഗുണമില്ലാത്തവന്മാരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. കുഴപ്പമൊന്നുമില്ല, അവസാനം നരകത്തിൽ ചെന്ന് അഴിയെണ്ണുമ്പോൾ മനസ്സിലാകും, അയ്യോ ആ പാവം പിടിച്ച ഉപദേശിമാർ പറഞ്ഞത് ശരിയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ദുരുപദേശങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നിത്യതയ്ക്ക് വേണ്ടി ദൈവവചനം പറയുന്ന കർത്താവിൻ്റെ ദാസന്മാരെ നിങ്ങൾ ഫോളോ ചെയ്യുക. അവർ പറയുന്ന വചനങ്ങൾ കേൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അപ്പോസ്തലന്മാരുടെ ഉപദേശം അതിൻ്റെ തനിമയിൽ പഠിപ്പിക്കുന്ന പഠനങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കാവുള്ളൂ. അല്ലാത്തത് കേട്ടാൽ നമ്മുടെ നിത്യത നഷ്ടമാകാൻ സാധ്യത ഏറെയാണ്. ഞാനിവിടെ വായിച്ച വാക്യം റോമാലേഖനം 8-ാം അധ്യായത്തിലെ വാക്യം നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചതും ദൈവം നമ്മെ രക്ഷിച്ചതും തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാനാണ്, നിസ്സാര കാര്യങ്ങൾക്കല്ല. ഈ ഭൂമിയിൽ കുറെ ഭൗതിക അനുഗ്രഹങ്ങൾ വാരിക്കോരി എടുത്ത് ഈ ഭൂമിയിലെ ജഡീകന്മാർ ജീവിക്കുന്ന പോലെ ജീവിച്ച് മരിച്ച് മൺമറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് നരകത്തിൽ കൊണ്ടേ തള്ളുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ജനം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു വിഭാഗം വിശ്വാസികളെന്ന് പറയുന്നവർ പോലും. അതിനല്ല ദൈവം നമ്മെ വിളിച്ചത്, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. എന്താണ് ആ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക? 1 യോഹന്നാൻ 3:2-3 പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നു ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അതിനാണ് ദൈവം നമ്മെ വിളിച്ചത്, അതിനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്, അതിനാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ വായിക്കുന്നു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിന്മേലും മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിമേലും മൃഗത്തിന്മേലും സർവ്വഭൂമിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ലോകത്തെ അടക്കി ഭരിക്കാനാണ്. ഹല്ലേലൂയ. വാഴുവാനാണ്. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം വാഴുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ദൈവത്തോടൊപ്പം വാഴാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അതിനാണ് തെറ്റിപ്പോയ മനുഷ്യനെ അതേ പുസ്തകത്തിൽ ആരാണ് മനുഷ്യനെ തെറ്റിച്ചത്? പഴയ നിയമത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു.
ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് അവനെ അകറ്റിക്കളഞ്ഞു. അവനെ നരകയോഗ്യനാക്കി മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തി പിശാച്. ഉൽപ്പത്തി പുസ്തകത്തിൽ അരുത് എന്ന് പറഞ്ഞത് തിന്നുവാനായിട്ട് ആരെ പ്രേരിപ്പിച്ചു? ഹവ്വായെ പ്രേരിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഞാനവിടെ ആ ഭാഗം ഒന്ന് വേണമെങ്കിൽ വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുചന്തകളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുക പോലും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് പോഷ്കല്ലേ പറഞ്ഞത്? തിന്നരുതെന്ന് പറഞ്ഞ പഴം തൊടുക പോലും അരുതെന്ന് പറഞ്ഞാൽ അത് സ്വന്തം കയ്യിൽ നിന്നിട്ടുള്ള പറച്ചില്ല. ഇവിടെ ആ മനുഷ്യൻ തെറ്റിപ്പോകുന്നേ. ഉൽപ്പത്തി പുസ്തകം റോമാലേഖനം 1:21 സ്വന്തം നിരൂപണങ്ങളിൽ എന്ത് ചെയ്തു? മനുഷ്യൻ തകർന്ന് തരിപ്പണമായി. വേണമെങ്കിൽ അതൊന്ന് വായിക്കാം, വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വേദോസ്തവത്തിലെ വാക്യം വായിച്ച് പ്രസംഗിക്കുന്നതിനെ പോലെ എനിക്കിഷ്ടം വേറൊന്നുമില്ല. എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ വാക്കുകളും ഞാൻ മാറ്റുക ചെയ്യുന്നു. 21 അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി മാറി. തങ്ങളുടെ നിരൂപണങ്ങളിൽ തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ചോദിക്കുമ്പോൾ പറയാണ് തൊടുക പോലും അരുതെന്ന്. അതാരാ പറഞ്ഞേ? ഇവിടെ ആ മനുഷ്യന്റെ തകർച്ചയെന്ന് ചിന്തിച്ചോണം. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ സാത്താൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് അവനോട് പറയുകയാണ് തൊടുകരുതെന്ന് പോലും കൽപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ പുള്ളി ഇനി അടുത്തെന്താ മറുപടി പറയണേ? അടുത്തെന്താ മറുപടി? പാമ്പ് സ്ത്രീയോട് ഉടനെ പോഷ്ക് പറയുക. ആദാം പോഷ്ക് പറഞ്ഞപ്പോ സാത്താൻ അതിലും വലിയ പോഷ്ക് പറയുക. പാമ്പ് സ്ത്രീയോട് അല്ലെങ്കിൽ സാത്താൻ സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. കണ്ടോ? തകർന്ന് തരിപ്പണമായ മേഖല കണ്ടോ ദൈവമക്കളെ? ദൈവാത്മാവ് നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമാണ്. കർത്താവ് പറയാത്തതൊന്നും ആരോടും പറയരുത്. ദൈവവചനത്തിൽ ഇല്ലാത്ത ഉപദേശങ്ങൾ ആരും പറഞ്ഞു പരത്തരുത്. വ്യാജ വർത്തമാനം പറഞ്ഞു പരത്തരുതെന്ന് ന്യായപ്രമാണത്തിലുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവെന്ന് കർത്താവ് പറഞ്ഞ ആ ഉപദേശങ്ങൾ മാത്രമേ ഒരു പുതിയ നിയമസഭയിലെ പാസ്റ്റർ അല്ലെങ്കിൽ സുവിശേഷകൻ പ്രസംഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ. യൂറോപ്യൻ ഉപദേശങ്ങളൊന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്തെടുക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വെസ്റ്റേൺ തിയോളജി എന്ന് സാധാരണ ചില ദേവദാസന്മാർ പറയുന്നുണ്ട്. എനിക്ക് ആ പദം എനിക്ക് ഇഷ്ടപ്പെട്ടു. വെസ്റ്റേൺ തിയോളജി. യൂറോപ്യൻകാർ, വെളുത്ത തായ്പന്മാർക്ക് കുറെ തിയോളജി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഊതിയിടലും ഉന്തിയിടലും കുരയ്ക്കലും ചിരിക്കലും ഒക്കെ ഈ വെളുത്തവന്മാരുടെ പണിയാണ്. ഞാനതിന് ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: കള്ള സഹോദരന്മാരാൽ. അതിന് ഞാൻ പറയും കള്ള സഹോദരന്മാരും വെള്ള സഹോദരന്മാരും. ഗലാത്യ ലേഖനത്തിലെ ഒരു പ്രയോഗം അത്. നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാന്നേ. വചനം വായിക്കുന്നതിന് എന്താ കുഴപ്പം? വചനം വായിച്ചല്ലേ നമ്മൾ പ്രസംഗിക്കേണ്ടത്. വല്ല ചപ്പും ചവറും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ശുദ്ധമായ വചനം വായിച്ചു പോയാൽ തന്നെ അത് തന്നെ ഒരു പ്രസംഗമായല്ലോ. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാടനുസരിച്ച് ഇത്രയേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് യവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ ആരും അവനെ നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരായിരുന്നു. അതിന് ഞാൻ പറയുന്ന എൻ്റെ ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണേ. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരും വെള്ള സഹോദരന്മാരും. കേരളക്കരയിൽ
ദൈവവചനം പ്രസംഗിക്കാനായിട്ട് കരുത്തന്മാരായ ശക്തന്മാരായ ദൈവവൃത്യന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരുടെയൊക്കെ പിതാക്കന്മാരിൽ അവരിൽ ചിലരായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നാൽ അവർ പറഞ്ഞ ഉപദേശവും അവരുടെ വിശുദ്ധിയും അവരുടെ വചനജ്ഞാനവും അവരുടെ ദർശനവും അവരുടെ ആത്മീയ കാഴ്ചപ്പാടുകളെല്ലാം ഇന്ന് കുഴിച്ചു മൂടി വേറെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം മൊബൈലിൽ ഒരു പരസ്യയോഗം കണ്ടു. ഒരു നാടകം നടത്തുക ഒരു 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 ദേശത്ത് പോയി. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനക്കാരാണ് അതിൻ്റെ തലപ്പത്ത്. നാടകം. ഒരു ചെറുക്കൻ മദ്യപാനത്തിൽ അടിമപ്പെട്ട് നശിച്ചു പോയത് ചരിത്രം നാടകം രൂപേണ. ഇവിടെ സിനിമാക്കാരും സീരിയലുകാരും ഒക്കെ എത്രയോ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെന്തക്കോസ് വരെ നമ്മൾ ചെയ്യണോ? എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരെ നിങ്ങൾ ഫോളോ ചെയ്യും. എൻ്റെ പാസ്റ്റർമാരെ, എൻ്റെ പൊന്നു പാസ്റ്റർമാരെ, ദൈവത്തെ ഓർത്ത് കർത്താവിൻ്റെ കൂടെ നടന്നവർ ഞങ്ങൾ കണ്ടു കേട്ടു തൊട്ടു നോക്കി എന്ന് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും നിങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകാൻ അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനോടും ആകുന്നു എന്നെഴുതി വെച്ചിരിക്കുന്നു. അപ്പം അവർ ചെയ്തത്, അവർ പറഞ്ഞത് നമ്മൾ പറ. അവർ നാടകം കളിച്ചെങ്കിൽ നമ്മൾ നാടകം കളിക്കേ. അവർ നൃത്തം ചെയ്യുകയും നമ്മൾ നൃത്തം ചെയ്യേ. അവരെന്തൊക്കെ ചെയ്ത് അത് നമ്മൾ ചെയ്തതിന് അപ്പുറം കയറി ചെയ്യല്ലേ. അപ്പൊ ചോദിക്കും, പാസ്റ്ററിന് എന്താ ഇത്ര രോഷം? ഉണ്ട്, രോഷമുള്ള കാരണം അവർ പറഞ്ഞതിനപ്പുറം കയറി ചെയ്താൽ നിന്നെ നടത്തുന്നത് മറ്റൊരു ക്രിസ്തു ആയിരിക്കും. നീ മറ്റൊരു ആത്മാവിൻ്റെ അടിമയാകും. നീ പറയുന്ന മുഴുവൻ മറ്റൊരു സുവിശേഷമാകും. അതാ എൻ്റെ കാര്യം. ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ. ദേവദാസന്മാരോടും വിശ്വാസികളോടും എല്ലാവരോടും കൂടി ഞാൻ വളരെ സ്നേഹത്തോടെ പറയുക, ഈ വിഷയം പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ആരോടും ദേഷ്യവും പിണക്കും പകയൊന്നുമില്ല. ഓരോ മനുഷ്യനോടും ഒരൊറ്റ വകുപ്പിനോട് മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ. അത് സാത്താനും അതിൻ്റെ ദൂതന്മാരോടും മാത്രം. ബാക്കി ആരോടും IPC, ചർച്ചപ്പോടും, ഷാരോടും, അസസിയോടും ആരോടും പകയും പിണക്കമൊന്നുമില്ല. വചനത്തെ കോട്ടിക്കളയുമ്പോൾ, കൂട്ടുചേർക്കുമ്പോൾ, മറിച്ച് കളയുമ്പോൾ എനിക്ക് സഹിക്കില്ല. ഞാൻ പ്രതികരിക്കും. അതിന് പ്രത്യുപകരമായി നിങ്ങൾ എൻ്റെ തലയെടുത്ത് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു രക്തസാക്ഷി ഉണ്ടാകട്ടെ ഈ ഭൂമിയിൽ. ഹല്ലേലൂയ, സ്തോത്രം. സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം 1000 സ്തേഫാനോസിന്റെ ശക്തിയുള്ള കരുത്തുറ്റ ഒരു സുവിശേഷകനെ ദൈവം ആ രക്തത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിച്ചേ? ആ പൗലൂസിലൂടെ എത്രയോ കരുത്തുറ്റ അപ്പോസ്തലന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു എൻ്റെ ശിഷ്യഗണങ്ങളായി. ഒരു ചിലരൊക്കെ ദൈവം വിട്ടുപോയി. അത് ഇവക്കാലത്തും ഉണ്ടല്ലോ. ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ഹുമനോസും അലക്സാണ്ടറും മനസാക്ഷി മലിനമാക്കിയവരെ അവർ സാത്താനെ ഏൽപ്പിച്ചു. 1 കൊരിന്ത്യർ ലേഖനത്തിൽ പാപം ചെയ്ത ഒരുത്തനെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടൊന്നും അവനെ പിടിച്ച് വിശുദ്ധ ചുമലം ചെയ്ത് അവൻ്റെ സ്വോത്രാഴ്ച മേടിച്ച് പോക്കറ്റ് ഇട്ടില്ല പൗലൂസ് ഉപദേശി. അവനെ പുറത്താക്കി സാത്താൻ്റെ ഏൽപ്പിച്ചു, മടങ്ങി വരാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നാണെങ്കിലോ അവനാണ് സഭ ഭരിക്കുന്നത്. അവൻ സഭയിൽ കിടന്നങ്ങ് മേയുക. സ്വത്രം. സെക്രട്ടറിയും കൗൺസിൽ അംഗങ്ങളും പല പല കഥകൾ കേട്ട് അതൊന്നും പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പല പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരുടെ ചെയ്യുന്ന പാപങ്ങൾ ഘോരമായ പാപങ്ങളാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവരെ പൊതിഞ്ഞു കൊണ്ടുപോവുക. പരിണിത ഫലം പ്രസ്ഥാനം ജീർണിച്ച് ഏറ്റവും കൂടുതൽ ദുരുപദേശത്തിനടിമയായ പ്രസ്ഥാനങ്ങളെപ്പോലെ അവരുമായിത്തീരും കാലക്രമേണ, കർത്താവിൻ്റെ വരാൻ താമസിച്ചാൽ. അതേസമയത്ത് ഉപദേശം കൊണ്ട് സഭയെ വിശുദ്ധീകരിച്ചുകൊണ്ടിരുന്നാൽ ആള് കുറവാണെങ്കിലും ജനം നിത്യതയിൽ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കും. പാസ്റ്റർ ക്യാപ്റ്റൻ ശ്യാമുൽ പറയാറുണ്ട് എപ്പോഴും, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ആള് കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ, ദൈവം അയച്ചവർ വന്ന് ദൈവവചനം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് കൊണ്ടുവരുന്നവർ മതി, ശുശ്രൂഷിക്കാൻ ദൈവം അയച്ചവർ മതി, വചനം കേൾക്കാൻ ദൈവം ഹൃദയത്തിൽ താല്പര്യം കൊടുത്ത് വരുന്നവർ മതി, പിതാവ് ആകർഷിച്ചിട്ടുള്ളവർ മതി വചനം കേൾക്കാൻ വരുന്നത്, പുത്രന്റെ വചനം കേൾക്കാൻ. അല്ലാത്തതിനെ കൂട്ടി വരുത്തിയിട്ട് എന്താ കാര്യം?
കാര്യമുണ്ട് പാസ്റ്ററെ, സ്വോത്രാഴ്ച നിറഞ്ഞു കിട്ടും. നിറയും, സ്വോത്രാഴ്ച നിറഞ്ഞു കിട്ടുമെന്നേ. അവസാനം അതിൻ്റെ കൂട്ടത്ത് പണ്ട് ഒരു ഗുണം പിടിക്കാത്തവൻ പറയാൻ പറ്റത്തില്ല, ഏലിയാവിൻ്റെ കൂടെ നടന്ന അനുഗ്രഹീതന ശുശ്രൂഷ ആരാ, പേര് മറന്നു ഞാൻ, ഗേഹസി. നയമാൻ കുഷ്ഠരോഗം സൗഖ്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഈ പ്രദേശത്തൊക്കെ കണ്ടുപോക്കരുതെന്ന് പറഞ്ഞു. യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിയിട്ട് കയറി പൊക്കോണം, സൗഖ്യമാക്കി പൊക്കോളം. ഇങ്ങോട്ടൊന്നും കയറി വന്നേക്കരുത്. കാരണം ഈ ഗുണം പിടിക്കാത്തവരുടെ കാശൊന്നും പേടിച്ച് തിന്നരുത് ഈ മക്കളെ. ശരിയായ നിലയിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന, വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കുന്ന വിശ്വാസികളുടെ പൈസ മാത്രമേ ശൂഷന്മാർ വാങ്ങി ഭക്ഷിക്കാവുള്ളൂ. ഗുണം പിടിച്ചവന്മാരുടെ വാങ്ങി ഭക്ഷിക്കരുത്. അത് നമുക്ക് ഗുണമില്ലാത്തതായി മാറും. അത് ഏലിശയ്ക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏലിയാവിനറിയാം, പൊക്കോളാൻ പറഞ്ഞ്. അവനിൽ ഒരു നന്മയും ഇല്ല. പിൽക്കാലത്ത് അവൻ നന്മയുള്ളവനായി തീർന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തുമില്ല. സൗഖ്യം പ്രാപിച്ചെന്നുള്ളതും ഇല്ല. ശരിയാ, അവന് സ്വർഗരാജ്യത്തിൽ പോയതുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല, പുസ്തകത്തിൽ നിന്നും കാണുന്നില്ല. ഇന്ന് അതുപോലെ പലരും സൗഖ്യം പ്രാപിച്ച് നരകത്തിൽ പോവുക, അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടും പ്രാപിച്ച് നരകത്തിൽ പോവുക. വിസ കിട്ടി, കാറ് കിട്ടി, വീട് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, ഇതെല്ലാം പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് നരകത്തിൽ പോവുക. നമ്മളെ അതിന് വിളിച്ചതല്ല. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാ ദൈവം നമ്മെ വിളിച്ചത്. അത് ഹൃദയത്തിൽ വെച്ചോണം. ആ കുറുവാക്യം ഹൃദയത്തിൽ വെച്ചോണം. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാനാണ് ദൈവം നമ്മെ വിളിച്ചത്. ഈ ലോകത്ത് കുറെ ഭൗതിക നന്മകൾ പ്രാപിച്ച് ജീവിക്കാനല്ലെന്നോർത്തോണം. ഈ ലോകത്തുള്ള ജാതികൾ 3-4 കാറും 3-4 വീടും, പിന്നെ എല്ലാ മക്കളും പല രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അതുപോലെ പെന്തക്കോസ്തുകാരൻ ഇപ്പോൾ ആയി കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിന് കുറെ പ്രവാചകന്മാരെ വിളിച്ച് അവരുടെ ഈ കള്ളപ്രവചനങ്ങളും കേട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ കാലത്തിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായി ചിന്തിച്ചില്ലെങ്കിൽ, മാറി ചിന്തിച്ചില്ലെങ്കിൽ നിത്യത നമുക്ക് അടയ്ക്കപ്പെട്ടിരിക്കും. ഓവട കരം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. പിന്നെ ഒരു പൂഞ്ഞാണിക്ക് പോലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അതുപോലെ കൃപയുടെ ഈ കാലം, കൃപയുടെ പ്രസംഗങ്ങൾ, ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഇതാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഈ കാലം ഇത് തീരാൻ പോവുക, സഭ മാറ്റപ്പെടാൻ പോവുക. ഭൗതിക അനുഗ്രഹങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരും അത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ കെണിയിലാകാൻ പോവുക. പക്ഷി കെണിയിൽ അകപ്പെടുന്ന പോലെ, മത്സ്യം വലയിൽ അകപ്പെടുന്ന പോലെ നിങ്ങൾ വലയിലാകാൻ പോവുകയാണ്, കെണിയിലാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതാ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്തിവചനം, ഭക്തിക്കൊത്ത് ഉപദേശം, സ്വർഗരാജ്യം, ദൈവരാജ്യം, നിത്യരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് ഇത് കേട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊള്ളുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല. പ്രസംഗങ്ങളൊക്കെ നല്ലതാ, പക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പ്രസംഗങ്ങൾ മാത്രമേ പ്രസംഗങ്ങളായി തീരുന്നുള്ളൂ. അത് മാത്രമേ ജനത്തിന് പ്രയോജനമുള്ളൂ. അല്ലാത്ത പ്രസംഗങ്ങൾ നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ് ഇന്നത്തെ പ്രസംഗങ്ങളുടെ ബഹുഭൂരിപക്ഷം മെസ്സേജുകൾ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറയുക, പിശാച് പിടിച്ചോണ്ട് പോയ, കവർന്നുകൊണ്ട് പോയ അനുഗ്രഹങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് ദൈവം ഇതാ ഇന്ന് പൽക്കാലം നിന്നെ ബലപ്പെടുത്തുന്നതാണ് പ്രസംഗം. എങ്ങനെയുണ്ട്? ഇവൻ പാപം ചെയ്തപ്പോൾ പിശാചിനെ ഏൽപ്പിച്ചു കർത്താവ്. ഇസ്രായേൽ മക്കൾക്ക് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തപ്പോൾ യഹോവ അവരെ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഇന്ന് പല പെന്തക്കോസ്തുകാരെയും പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. കഠിനമായ ശിക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. അവിടെ പോയി കിടന്ന് പ്രാർത്ഥിച്ച് വിടുതൽ കൊടുക്കരുത്. വിടുതൽ കൊടുത്തോ, അവർ ചെയ്ത പാപത്തിനെതിരെ ശക്തിയോടെ പ്രസംഗിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇതുപോലെ മാരകമായ പ്രശ്നത്തിൽ അകപ്പെട്ട ഒരു പെൺകുട്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ചെന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം, ആ കുറിവാക്യം, ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു, യഹോവ അവരെ മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. കയ്യും കാലും കെട്ടി അപ്പനും അമ്മയും തല്ലത്തക്ക നിലയിൽ കൊച്ചിനെ കൊണ്ടിട്ടിരിക്കുക. 10-22 വയസ്സുള്ള കൊച്ചിനെ ഷാജി കയറി. ഞാൻ ചെന്നിട്ട് എന്താ പറയേണ്ടത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, ഈ കൊച്ചിനെ ദൈവം പിടിവിക്കാൻ പോവുകയാണ്, ദൈവം സകലവിധ നന്മകൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് എന്നാണോ പ്രസംഗം? പ്രസംഗം കേട്ടവർ ഞെട്ടി. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു, യഹോവ അവരെ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതുപോലെ ഈ കുഞ്ഞ് അനിഷ്ടമായത് ചെയ്തിട്ടുണ്ടാകാം,
പിജായിൻ്റെ ഏൽപ്പിച്ചിരിക്കുക. അപ്പനും അമ്മയും സഹോദരനും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ, ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് കരയാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ വിടുതൽ കർത്താവ് കൊടുത്തു. മനസ്സിലായോ? ഒരു ക്രൈസിസ് നമ്മുടെ ജീവിതത്തിനെതിരെ കടന്നു വരുന്നത്, ഒരു പ്രശ്നം നമുക്കെതിരെ കടന്നു വരുന്നത്, ഒരുപക്ഷെ ദൈവം അയച്ചിട്ടായിരിക്കും അത് വരുന്നത്. നമ്മളെ യഥാസ്ഥാനപ്പെടുത്താനായിരിക്കാം ആ കഷ്ടത. നമ്മൾ മാനസാന്തരപ്പെടാതെ പ്രവാചകനെ വിളിച്ച് കള്ളപ്രവചനം കേട്ട് നമുക്കതിൽ വിടുതൽ പ്രാപിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പൊ കഷ്ടത അനുസരണം പഠിച്ച് തികയാൻ വരുമ്പോൾ കഷ്ടത മാറാനായിട്ട് പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൂത് കേട്ടാൽ എന്തായിരിക്കും സ്ഥിതി ദൈവമക്കളെ? ഇതിച്ചിരി കട്ടിയായിട്ട് തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരും, ബുദ്ധിമുട്ട് വരും, രോഗം വരും, ഞെരുക്കം വരും, ഭാരം വരും, പ്രയാസം വരും, പല പ്രതിസന്ധികൾ അറിഞ്ഞു അറിയാതെയൊക്കെ കടന്നു വരും. അതിൻ്റെ നടുവിൽ അതിന് പരിഹാരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കിടന്ന് കലമുറയുടെ അല്ല വേണ്ടത്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, എവിടെ ഞാൻ തെറ്റിപ്പോയി, എവിടെ എൻ്റെ ക്രിസ്ത്യ ജീവിതം പാളിപ്പോയി, എവിടെ എൻ്റെ വിശ്വാസം കുറഞ്ഞു, എവിടെ എൻ്റെ പ്രത്യാശ കുറഞ്ഞു, എവിടെ എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം കുറഞ്ഞു പോയി, എവിടെ ഞാൻ തെറ്റിപ്പോയി കർത്താവേ, എന്നോട് സംസാരിക്കണമേ കർത്താവേ എന്ന് ദൈവസന്നിധിയിൽ കിടന്ന് അലമുറയിട്ട് കരഞ്ഞാൽ ഒരു പാസ്റ്റർ വന്ന് പ്രസംഗിക്കുമ്പോൾ വചനത്തിലൂടെ നിനക്ക് കിട്ടും മറുപടി. അല്ലെങ്കിൽ നീ വചനം ധ്യാനിക്കുമ്പോൾ കിട്ടും നിനക്ക് വചനത്തിലൂടെ മറുപടി. ആ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചുകൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച കർത്താവ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഉദാഹരണങ്ങൾ നൽകും, ആശ്വാസം നൽകും. അതല്ലേ ക്രിസ്ത്യ ജീവിതം. കഷ്ടത മാറ്റാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കരുത്, അതിനുവേണ്ടി ഉപവാസം എടുക്കരുത്. ആ പ്രശ്നത്തിലൂടെ ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യം ഞാൻ വായിച്ചല്ലോ. എന്താ വായിച്ചത്? നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലും പർവ്വജാതിമേലും മൃഗത്തിന്മേലും സർവ്വഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. സകലത്തെയും അടക്കി വാഴാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ചെകുത്താന്റെ വാക്ക് കേട്ടപ്പോൾ പിന്നെ അടക്കി വാഴാൻ പറ്റുമോ? അടിച്ച് പുറത്താക്കേണ്ടവനെ. തോട്ടം കാപ്പാൻ വേണ്ടി ദൈവം കൊണ്ടാക്കിയവൻ പിശാചിന്റെ വാക്ക് കേട്ടപ്പോൾ എന്ത് പറ്റി? അടിച്ച് പുറത്താക്കി. ഹല്ലേലൂയ. കെരൂബുകളെ നിർത്തി കാവലായിട്ട്. എന്താ കാര്യം? പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് എന്താകരുത്? വീണ്ടെടുപ്പാൻ കഴിയാതെ പോലെ ആയിത്തീരരുത്. അതുകൊണ്ട് അടിച്ച് പുറത്താക്കിയത്. പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇത് സഭയെ പുറത്താക്കി എത്ര എണ്ണം അകത്ത് കിടക്കണം? പിന്നെ അല്ലെങ്കിൽ പുറത്താക്കാനായിട്ട് കാര്യകാരണ സഹിതങ്ങളുള്ള എത്ര എണ്ണം അകത്ത് കിടന്ന് മേയുന്നു, വിലസുന്നു. പാസ്റ്റർ ഭരിക്കുന്ന അവരാണല്ലോ, അച്ചായന്മാർ, കാശുള്ളവര്. പാസ്റ്ററിന്റെ ട്രാൻസ്ഫർ നിശ്ചയിക്കുന്ന അവരാണല്ലോ, പാസ്റ്ററിന്റെ പ്രസംഗം നിശ്ചയിക്കുന്ന അവരാണല്ലോ. ഇച്ചിരി കട്ടിയായിട്ട് തന്നെ പോട്ടെ. ചില സഭകളിൽ ചെന്ന വിശ്വാസികൾ എഴുതി കൊടുക്കുക വിഷയം പ്രസംഗിക്കാൻ പാസ്റ്ററിന്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ ചെന്നെടുത്ത് ഇതുപോലെ നടന്നെന്നാ പറയണത്. അവർ പറഞ്ഞു എൻ്റെ സ്ലിപ്പ് ഇതിൻ്റെ കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് ഞാൻ പറയണ വചനം കേട്ട് മാനസാന്തരപ്പെടാം, അല്ലെങ്കിൽ സഭയിൽ ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞു. പേടിച്ചു പോയി. കാരണം അധികാരമുള്ള ദൈവദാസന്മാരായിരുന്നു അവരെ, കൃപാവരം ചൊരിച്ചവരായിരുന്നു, ഉപവാസവും പ്രാർത്ഥനയും ജീവിതത്തിൽ അടിക്കടി ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു, വചനത്തിൽ ഉറ്റിരിക്കുന്നവരായിരുന്നു, പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു അവരൊക്കെ. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഉപവാസവും പ്രാർത്ഥനയും. പിന്നെ എങ്ങനെ വചനം വെളിപ്പാട് കിട്ടാതിരിക്കും? സ്തോത്രം. ആത്മാവിന്റെ ആരാധനയുള്ളൊരു ദൈവദാസനായിരുന്നു. ഇന്ന് ആത്മാവിന്റെ ആരാധന പോയല്ലോ, പിശാച് അടിച്ചുകൊണ്ട് പോയല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് നമ്മൾ അടിച്ച് തകർത്ത് പാടുകയാണല്ലോ. ഇവിടെ നിന്ന് പാട്ട് പാടി ആരാധിക്കുക. ഏത് പുസ്തകത്തിലുള്ള പാട്ട് പാടി ആരാധിക്കുക? കർത്താവ് പഠിപ്പിച്ചത് ദൈവം ആത്മാവാകുന്നു, ബോഡി സ്പിരിറ്റ്. അവനെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. നമ്മളിപ്പോൾ അതൊക്കെ തിരുത്തി മാറ്റിയിട്ട് നമുക്ക് നമ്മുടേതായ ഇഷ്ടപ്രകാരം കുറെ കൊയറൊക്കെ കൊണ്ടുവന്ന് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? പാട്ട് പാടി മനോഹരമായി കത്തോലിക്കാൻ പാടുന്നതിനേക്കാളും അടിച്ചു പൊളിച്ചാൽ നമ്മൾ പാടില്ല. കത്തോലിക്കരൊക്കെ പുറകിൽ പോകും. നമ്മുടെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ തള്ളിക്കളയുന്ന വിഗ്രഹാരാധികൾ
ായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെയൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ ആത്മീയ നിലവാരം എവിടെ നിൽക്കുന്നു? പറ. തകർന്ന് തരിപ്പണമായില്ലേ? ദൈവസഭ അതിൻ്റെ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്യുകയല്ലേ? വാഴാനായിട്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ സാത്താൻ കയറി മേഞ്ഞപ്പോൾ പിന്നെ അവനെ വാടാൻ കൊള്ളുമോ? ഹല്ലേലൂയ.